ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി എൻ്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിന് മുമ്പാകെ എഴുന്നേൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല സമയത്തിനായി എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, എന്നാൽ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഉള്ള ബിരുദനായി ഞാൻ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ സമാധാനത്തോടെയും നിറഞ്ഞ സന്തോഷത്തോടെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നേക്ക് ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് ജീവനുള്ള ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 36 വയസ്സ് വരെ ഞാൻ ജീവിച്ച ഏറ്റവും മ്ലേച്ഛകരമായ ഒരു കഴിഞ്ഞ കാലം എനിക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മകനാണ്. ഒരു യാക്കോബായ ഭവനത്തിൽ. എൻ്റെ മാതാപിതാക്കൾ കൂലിപ്പണിക്കാരായിരുന്നു. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളെ വളർത്തി എൻ്റെ പിതാവും മാതാവും. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഏറെ അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഞാൻ ഏറ്റവും ഇളയ മകനായതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്തിലെല്ലാം സന്തോഷത്തോടെയാണ് ഞാൻ വളർന്നതെങ്കിലും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ കുടുംബത്തിൽ ഏറെ അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതിന് പ്രധാന കാരണം എൻ്റെ പിതാവ് വലിയൊരു മദ്യപാനിയായിരുന്നു. അപ്പൻ മദ്യപിച്ച് വന്ന് ഏറെ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. എൻ്റെ അമ്മയെല്ലാം ക്രൂരമായി മർദ്ദിക്കുന്നതും, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ വന്ന് ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം മുറ്റത്തേക്കെല്ലാം വലിച്ചെറിയുന്നതും, അതുപോലെ ആക്രോശിച്ച് ഭക്ഷണമെല്ലാം വലിച്ചെറിഞ്ഞ് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു കാലം എനിക്കുണ്ട്. അതെല്ലാം കണ്ടാണ് ഞാൻ വളർന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ ആ കൊച്ചുമനസ്സിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു: നന്നായി എല്ലാം ജീവിക്കണം. ഇങ്ങനെയുള്ള കലഹമായ ഒരു അന്തരീക്ഷമൊന്നും എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എന്നല്ല എൻ്റെ ഹൃദയത്തിലുള്ള തീരുമാനമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ സ്കൂൾ പഠനവും എൻ്റെ കോളേജ് വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞ് എൻ്റെ 21-ാമത്തെ വയസ്സിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ എനിക്ക് ഒരു എക്സിക്യൂട്ടീവായി ജോലി ലഭിച്ചു. ഞാൻ കോഴിക്കോട്, കണ്ണൂർ പ്രദേശങ്ങളിലായിരുന്നു ജോയിൻ ചെയ്തത്. ഞാൻ ഏറെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലെല്ലാം കഴിഞ്ഞുവെങ്കിലും സ്വന്തമായി പണിയെടുത്ത് എൻ്റെ കൈകളിലേക്ക് ശമ്പളമായി വന്ന ആ വലിയ തുകകളെല്ലാം കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലേക്കും മ്ലേച്ഛമായ അനേക രംഗങ്ങളിലേക്കെല്ലാം ഞാൻ കടന്നുപോയി. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളൊന്നും ഓർക്കാതെ സന്തോഷിക്കണമെന്നും സുഖിക്കണമെന്നും എല്ലാം ആഗ്രഹിച്ച് നടന്ന ഒരു കാലങ്ങൾ, സിനിമയ്ക്കെല്ലാം അടിമയായ കാലങ്ങൾ, നീലചിത്രങ്ങൾക്കും അശുദ്ധമായ വഴിയിലേക്കുമെല്ലാം ഓടിയ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവികമായ വിഷയങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പള്ളിയിൽ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. ചെറുപ്പകാലത്തിൽ കുറച്ചു കാലം ഞാൻ സൺഡേ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് വാസ്തവമായി ക്രിസ്തു ആരെന്നോ ഈ ദൈവസ്നേഹമെന്നോ തിരിച്ചറിയാതെ ജീവിച്ച ഒരു കാലമായിരുന്നു അത്. എൻ്റെ 24-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടതായ ഒരു സാഹചര്യം എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം വേറെ മാറിയതുകൊണ്ട് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് പിതാവ് വേഗത്തിൽ എന്നെ വിവാഹം കഴിപ്പിച്ചു. എന്നാൽ സന്തോഷകരമായെല്ലാം ഞങ്ങളുടെ ജീവിതം മുന്നോട്ടേക്കെല്ലാം കടന്നുപോയി. വളരെ പാവപ്പെട്ട ഒരു ഭവനത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. പ്രിയപ്പെട്ടവരെ, 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളും ദൈവം ദാനമായി തന്നു, 2 പെൺകുഞ്ഞുങ്ങളെ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, പലരും മദ്യപാനത്തിലെല്ലാം ആയവരെല്ലാം വിവാഹം കഴിഞ്ഞതിന് ശേഷം മദ്യപാനം നിർത്തുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ച് 2 മക്കളുണ്ടാകുന്നവരെയും ഞാൻ ഒരു തുള്ളി മദ്യം പോലും ഞാൻ കഴിച്ചിരുന്നില്ല. എന്നാൽ ജീവിതത്തിലേക്ക് ചില അവസരങ്ങളിൽ ഈ മദ്യമെന്ന ആ മഹാവിപത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആദ്യമെല്ലാം ഒരു രസത്തിനും സന്തോഷത്തിനുമെല്ലാം അത് കുടിച്ചു തുടങ്ങിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയട്ടെ, അതെൻ്റെ ജീവിതത്തെ മുഴുവനായി തകർത്തതായ സംഭവങ്ങളായിരുന്നു. അല്പാൽപമായി കുടിച്ച ആ മദ്യം എൻ്റെ ജീവിതത്തെ ഏറെ നാളുകൾക്ക് മുമ്പ് എന്നെ കീഴ്പ്പെടുത്തിയിരുന്നു. ഞാനൊരു 10 വർഷം മാത്രമേ മദ്യപിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു മനുഷ്യജന്മത്തിൽ കഴിക്കാവുന്ന അത്രയും
അതിലധികമായി മദ്യം ഞാൻ കുടിച്ചു തീർത്തൊരു മനുഷ്യനാണ്. എത്ര കുടിച്ചാലും എനിക്ക് മതിയാകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാം മുന്നോട്ട് പോയി മദ്യപാനത്തിൻ്റെ അളവെല്ലാം വർദ്ധിച്ചപ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾ വന്നു, സാമ്പത്തികമായ പ്രതിസന്ധികൾ വന്നു. നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ വീട്ടിൽ വലിയ പ്രശ്നക്കാരനായി മാറി. കോപിച്ചലർന്നതായ സ്വഭാവം, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും അടങ്ങുന്നതായ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും ഞാൻ കൊടുത്തിരുന്നില്ല. കാലങ്ങളിലൊക്കെയും നിസ്സാരമായ കാര്യങ്ങളിൽ ഞാൻ വഴക്കിടുമായിരുന്നു. എൻ്റെ ഭാര്യയെ ഞാൻ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, സാധുവായ ആ സ്ത്രീ പലപ്പോഴും നിസ്സഹായായി നിന്നുകൊണ്ട് അതെല്ലാം ഏറ്റുവാങ്ങും. എന്തു ചെയ്യും? കുറേ കാലങ്ങളിൽ കഴിഞ്ഞുപോയി. ജീവിതം അടുത്ത് എൻ്റെ ഭാര്യ ആത്മഹത്യക്കെല്ലാം ശ്രമിച്ചതായ നാളുകൾ. ആദ്യമേ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ കുറേ ഗുളികയെല്ലാം കഴിച്ചു അബോധാവസ്ഥയിലായി. എൻ്റെ മാതാവ് പറഞ്ഞടുത്തുള്ള നഴ്സായ ഒരു സ്ത്രീ വന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം രക്ഷപ്പെടുത്തിയത്. എന്നാൽ എനിക്കത് വലിയ വിഷയമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതെല്ലാം എന്നെ ഭയപ്പെടുത്താനാണെന്ന് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് എൻ്റെ മദ്യപാനത്തിൻ്റെ അളവുകൾ കൂടി വന്നു. മുന്നോട്ടേക്ക് പോകാൻ യാതൊരു മാർഗമില്ലാതെ 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർ വളർന്നു വരുന്നു. അവർക്ക് വേണ്ടി ഒന്നും കരുതുവാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ വിചാരിച്ചു, ഇങ്ങനെ ജീവിക്കുന്നില്ല നല്ലത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് ആണെന്ന്. രണ്ടാമത് ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ മുറിയിൽ ആ കഴിക്കോളിൽ അവളെ ഷാളിൽ കെട്ടി തൂങ്ങുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. മദ്യവെച്ച് എൻ്റെ പാൻറ് ഷർട്ട് പോലും ഞാൻ ഊരാതെ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെ പോയോ അതുപോലെ തിരിച്ചു വന്ന് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങുന്നതായ സമയം, അർദ്ധരാത്രിയിൽ ഒരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഭാര്യ ഷാളിൽ തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഞാൻ ഇന്ന് പറയും, എന്നെ കണ്ടവനായ ദൈവം എന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഉണർത്തി. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ കോരിയെടുത്തു. പ്രിയപ്പെട്ടവരെ, ഷാളുകളല്ല ഞാൻ അഴിച്ചു. കഴുത്തിൽ മുറിവുകളുണ്ടായി. എന്നാൽ അത് പുറത്താരും അറിയിക്കാതെ ഞങ്ങൾ മാത്രം ഒതുക്കി നിന്നു. എന്നാൽ പിന്നീട് കുറച്ചുകൂടി കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ അറിയുകയും അവളെ പിന്നീട് ഒരിക്കൽ ഞാൻ അവളെ തല്ലി അവളുടെ കൈയെല്ലാം വിരലുകളെല്ലാം ഒടിക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരെല്ലാം അവരെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോയത്. ഞാൻ എൻ്റെ ഭാര്യയുടെ സമീപമില്ലാതെ ഞാൻ കുടിച്ച് കൂത്താടി മതോന്മത്തനായി നടന്ന നാളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ ഭാര്യയുടെ സമീപമില്ലാത്തപ്പോൾ എനിക്കത് വേദനയാണ്. എൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടമായിരുന്നു, അതിനേക്കാൾ ഉപരി എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും ഇഷ്ടമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വീണ്ടും കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ടേക്കെല്ലാം കടന്നുപോയി. എന്നാൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്കെല്ലാം കടന്നു ചെന്നു. അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കടന്നുപോയത്. എന്നാൽ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ അമ്മ അവൾക്ക് പോരാൻ ആഗ്രഹമുണ്ടായിരുന്നാൽ എൻ്റെ ഭാര്യയുടെ അമ്മ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, വയറ്റിൽ കൊണ്ടതാണെങ്കിൽ അത് കലത്തിലും കൊള്ളുമെന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അന്ന് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അവിടുന്ന് ഞാൻ ഏറെ നിരാശനായി തിരിച്ചു പോരുമ്പോൾ എൻ്റെ പുറകെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, അങ്ങനെയെല്ലാം ജീവിച്ചു. തിരിച്ചെല്ലാം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാനിങ്ങനെ മദ്യപിക്കുകയില്ല, ഞാനെല്ലാം കുറച്ചുകൊള്ളാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ മദ്യം എനിക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എനിക്ക് ജീവിക്കണമെങ്കിൽ മദ്യം ആവശ്യമായി വന്നു. കാരണം എൻ്റെ ശരീരത്തിലെ ബ്ലഡിൽ ആൽക്കഹോൾ കണ്ടൻസ് കുറയുമ്പോൾ എൻ്റെ കൈകൾ പ്രതികരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കാലങ്ങളിൽ ഓർക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് 2 കൈയും ആവശ്യമായിരുന്നു. ഞാൻ ഒരു കൈ ഇങ്ങനെ വെച്ചതിൽ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് മാത്രമേ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാമായി എല്ലാം തകർന്ന് ജീവിതം എല്ലാം അവസാനിക്കുന്ന ഘട്ടത്തിലേക്കെല്ലാം കടന്നു വന്ന് മരിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. ഒരു അപകട മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് ട്രെയിനിലെല്ലാം വാതിക്കലെല്ലാം പോയി നിന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്കുകൾക്ക് എനിക്ക് വില കൽപ്പിക്കാൻ കഴിയാതെ എൻ്റെ ജീവിതം മുന്നോട്ടേക്കെല്ലാം കടന്നുപോയി. എല്ലാം തകർന്നു തരിപ്പണമായപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതം പറഞ്ഞ വാക്ക് അതെന്നെ സ്ട്രൈക്ക് ചെയ്യുണ്ടായി. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സാന്തരപ്പെട്ട ഒരു ദൈവൈതൽ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുമെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപ തരുന്നേക്കാൾ ഞാൻ സന്തോഷിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടപ്പോഴേ ഇതിൻ്റെ വിലയെന്ന് എനിക്ക് മനസ്സിലായില്ല. കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് ഞാൻ 5 ലക്ഷമല്ല, 5 കോടിയല്ല, എത്രയോ അധികമായി വില നൽകുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ നന്ദിയോടെ സ്തോത്രം. ആ സംസാരത്തിൽ ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ടെന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തളർവാദ രോഗിയെപ്പോലെ ആ സുഹൃത്ത് വന്നൊരു ജീപ്പിൽ കയറ്റി ഈ ദൈവവചനത്തിന് കീഴിലേക്ക് എന്നെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആദ്യ ദിനം തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ സ്നേഹം
എൻ്റെ ഹൃദയത്തെ തൊട്ടു. ഈ പ്രാകൃതനായ, ഈ മ്ലേച്ഛനായ, അശുദ്ധനായ അടിയൻ്റെ ഹൃദയത്തിലേക്കും ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ തൊട്ട് എനിക്ക് സമ്പൂർണ്ണമായി സൗഖ്യം തന്നു. വിറക്കുന്ന കൈകൾ ആണ് എൻ്റെ എന്നെങ്കിൽ അന്നത്തെ ദിവസം തൊട്ടേ എൻ്റെ കൈകളുടെ വിറകൾ നിന്നു. ഇന്ന് 22 വർഷമായി എൻ്റെ കൈകൾ വിറയ്ക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയത് മദ്യത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഏറ്റവും വെറുക്കുന്നൊരു വസ്തുവാക്കി തീർത്ത, മദ്യത്തെ തീർത്ത് തന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവനാണെന്ന് നിങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അവനാണ് നമ്മുടെ മദ്യത്തിൽ നിന്നുള്ളത് പ്രിയപ്പെട്ടവരെ. ഞാൻ വിശ്വസിക്കുന്നു അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ. തുടർന്നങ്ങോട്ട് എൻ്റെ ജീവിതം സന്തോഷകരവും സമാധാനം നിറഞ്ഞുമായിരുന്നു. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊത്ത് ഏറ്റവും സ്നേഹത്തോടെ ജീവിക്കുവാനും മക്കളെ പഠിപ്പിക്കുവാനും അവർക്ക് വിവാഹപ്രായത്തിലുള്ള ഒരു വിവാഹം കഴിച്ച് അയക്കുവാനും എല്ലാം ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് ഞങ്ങൾ സമാധാനത്തോടെ കഴിയുന്നു. ആത്മീയ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം കടന്നു വന്നുവെങ്കിലും വീണുവെങ്കിലും എന്നെ നിലം പരിചാകാതോണം കാത്ത ഒരു നല്ലവനായ ദൈവം ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇന്ന് സന്തോഷകരമായി ജീവിക്കുന്ന മക്കളെല്ലാം ഇന്ന് UK പ്രദേശത്ത് ജോലിയോട് ബന്ധപ്പെട്ട കുടുംബമായ എല്ലാവരും കഴിയുന്നു. നഷ്ട സൗഭാഗ്യങ്ങളെ തിരികെ തരുന്ന നല്ലവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവനെയാണ് നിങ്ങളോട് സാക്ഷിക്കുന്നത്. അവനാണ് നിങ്ങളുടെ മുന്നിൽ ഈ ആലയത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ നാളുകൾ ഞാൻ നന്ദിയോ ഇന്നും പ്രാർത്ഥിച്ചു പോരുമ്പോൾ ഓർത്തു, കർത്താവേ, ഈ നാളുകളിലൊക്കെ എത്രയോ ഭവനങ്ങൾ സന്ദർശിച്ചു. ഇന്ന് മുഴുനീളം ഈ കൂട്ടായ്മയുടെ ഒരു സുവിശേഷ വേലക്കാരനായി, കർത്താവിൻ്റെ വേലക്കാരനായി ഞാൻ അനേക ഭവനങ്ങൾ സന്ദർശിക്കുന്നു. 10 മാസമായി ഒരു ദിവസം പോലും തന്നെ ഒഴിവില്ലാതെ കിടക്കുന്നു. ഞാൻ ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ ഒരു 20,000-ഓളം വീടുകളോളം ഈ 10 മാസം കൊണ്ട് സന്ദർശിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അനേകരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നേരിൽ കാണുവാൻ, അവരോട് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, ഈ ജീവനുള്ള ക്രിസ്തു ഇറങ്ങി വരുന്ന രംഗത്തെ പരിചയപ്പെടുത്തുവാനൊക്കെയും ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കൊതിയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സത്യസാക്ഷിയായി മരണപര്യന്തം വിശ്വസ്തയോടെ നിൽക്കണം. അതിനുവേണ്ടി ഈ ആത്മീയ ഗോളത്തിൽ ഞാൻ വീണു പോകാതെ, തടന്നു പോകാതെ നിൽക്കുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.